പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. ഇപ്പോൾ നമ്മൾ എന്നാ കണ്ടത്? ക്രിസ്തു ശക്തിയാണ്. ശക്തിയുടെ സഞ്ചാരം ആണ് ക്രിസ്മസ് ഉണ്ടാക്കുന്നത്. അത് ശരീരകോശത്തിലാകുമ്പോൾ സൗഖ്യമാവുകയും ജീവിത മണ്ഡലത്തിലാകുമ്പോൾ ബ്ലെസ്സിങ്സ് ആയി ചെയ്യുന്നു. എല്ലാം ക്രിസ്മസാണ്. ഇനി ശക്തിയുടെ മൂന്നാം വരവുണ്ട്. എന്താണ്? കൃപ. കൃപ എവിടെയാണ് വരണത്? കൃപ ബേസിക്കലി വാട്ട് ഈസ് ഇറ്റ്? ഗ്രേസ് ബേസിക്കലി ഇറ്റ്സ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കൃപ എവിടെയാണ് ഇൻവേർട്ട് ചെയ്യപ്പെടുന്നത്? ബോഡിയിലല്ല. ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ സൗഖ്യമായിട്ടാണ് മാറുന്നത്. ആത്മാവിലേക്ക് വരുമ്പോഴാണത് ഡിപ്പോസിറ്റായി വരണത്. അതുകൊണ്ടാണ് പൗലോസ് പറയും, എന്നാ പൗലോസ് പറയണത്? 2 തിമോത്തി 2:1 ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ശക്തി ധരിക്കുവിൻ എന്ന് പറഞ്ഞേ. ശക്തി എവിടെയാണ് ധരിക്കണത്? ശക്തി എന്തിനുള്ളതാണ്? ധരിക്കാനുള്ളതാണ് അല്ലേ? 2 തിമോത്തി 2:1 ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ക്രിസ്മസ് ഉണ്ടാക്കുവിൻ. അതാണ് പറയണത്. ക്രിസ്മസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 തിമോത്തി 2:1 അനുസരിച്ചുകൊണ്ട്. എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് ശക്തി ധരിക്കുവേൻ. ഇപ്പം ശക്തി ശരീരത്തിലേക്ക്, ശക്തി എന്തിനുള്ളതാണ്? ധരിക്കാനുള്ളതാണ് അല്ലേ? ശക്തി ശരീരത്തിൽ ധരിച്ചാലോ സൗഖ്യമായി മാറുന്നു അല്ലേ? ശക്തി ജീവിത മണ്ഡലങ്ങളിൽ ധരിക്കുമ്പോൾ ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹമായി മാറുന്നു. ഈ ശക്തി ആത്മാവിൽ ധരിക്കാം. അതാണ് ഹെബ്രായർ 13:9. ഹെബ്രായർ 13:9 ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ഹൃദയത്തിൽ ധരിക്കുവിൻ. എന്തിനാണ്? ഹൃദയത്തെ, ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ. നമ്മളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഹൃദയം ശക്തിയാൽ പുണ്യപൂർണ്ണമായാൽ, അതുകൊണ്ട് ഞാൻ അവരോട് പറയണത്, ചേച്ചി കുറച്ച് കാലം കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയും. പറഞ്ഞ മനസ്സിലല്ലേ? ചില ചേച്ചിമാർ വരുമ്പോൾ ഇപ്പം തന്നെ അവർ തളർന്നിരിക്കുകയായിരിക്കും. പക്ഷേ ഇവർക്ക് ഭയങ്കര ആത്മാവിൽ കൃപ ആർജിക്കണ ശേഷി കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയും കുറച്ചും കൂടി പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും. എന്തിനാണെന്ന് അറിയാമോ? ഇവരെ അൽഫോൻസാക്കാൻ വേണ്ടിയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അവർക്കുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. നിങ്ങളെന്താ വിളിക്കണത്? കൗൺസിലറിൻ്റെ പരിപാടി എന്താ? ഉപദേശിക്കുകയാണ്. അല്ല സൈക്കോളജി കൗൺസിലിംഗ് ഒന്നുമല്ല, പാസ്റ്റർ കൗൺസിലിംഗ് പോലും അല്ല. ക്രിസ്തുവിലൊരു മനുഷ്യനെ ഉറപ്പിച്ച് നിർത്താനുള്ള കൗൺസിലിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു എത്തിയോട് വെയിറ്റ് ചെയ്യും, ഞാൻ കൂടെ ഉണ്ട്, ശക്തമായിരിക്കും. അമ്മ നമ്മുടെ കൂടെ നിൽക്കണില്ലേ? നിങ്ങൾ എത്തിയോട് വെയിറ്റ് ചെയ്യാൻ പറയും. എന്തിനാണ്? നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് 1 കൊല്ലം കൂടി താമസിക്കുമെങ്കിൽ ആ 1 കൊല്ലം കൂടി നിന്ന് എന്ത് തടയുമെന്ന് നമ്മൾ നോക്കും. എന്താ തടയണത്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ക്രിസ്തുവിനെ, നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ ആർജിക്കാൻ ഇവർക്കുള്ള കപ്പാസിറ്റിയെ ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യണത്. കാര്യം എന്താ വെച്ചാൽ, ക്രിസ്തു എന്ന് പറയുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ, കൃപ ഉണ്ടാകുവാനും സമൃദ്ധമായി. അതാണ് സമൃദ്ധമാണ് പ്രശ്നം. കൃപയുണ്ടായാൽ മാത്രം പോരാ. കാര്യം നമ്മളെ ഒരു ലക്ഷ്യമുണ്ട്. ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? ഹെയിൽ മേരി. അമ്മയെ കണ്ടപ്പോൾ മലാഖ് എന്താ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ? ലുക്ക 1:28 ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രേസിൻ്റെ പ്രശ്നം എന്താ? ഇത് ഫുള്ളാകാനുള്ള സാധ്യതയുണ്ട്. അമ്മയാണ് മോഡൽ. അപ്പോൾ നമുക്ക് ഫുള്ളാക്കാൻ പറ്റില്ലെങ്കിലും ഈ ജന്മത്തിൽ വെച്ചല്ലേ ഇത് പറ്റത്തുള്ളൂ. എന്തുമാത്രം ആക്കാൻ പറ്റും? പകുതി ആക്കാൻ പറ്റുമോ? ദൈവത്തിന് നന്ദി. മുക്കാലാക്കാൻ പറ്റുമോ? ദൈവത്തിന് ഇരട്ടി നന്ദി. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറയും. ചിലക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള കപ്പാസിറ്റിയാണ്. പുണ്യപ്പെട്ട മനുഷ്യരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. പണ്ട് കഥ അറിയാതെ നമ്മൾ പുണ്യം പ്രാപിച്ച, ഇന്ന് കഥ അറിഞ്ഞുകൊണ്ടാണ് പുണ്യം പ്രാപിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ അല്പം അനുഗ്രഹം താമസിക്കുമ്പോൾ അനുഗ്രഹം താമസിക്കുന്നു എന്നതിലുള്ളതല്ല, നിങ്ങളെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ചില രോഗങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി 1 മാസമോ 2 മാസമോ 1 കൊല്ലമോ എടുക്കുമ്പോൾ ആ 1 കൊല്ലത്തിനുള്ളിൽ അതെല്ലാം നിനക്ക് കൃപയാർജിക്കാനുള്ള ദൈവം തന്നിരിക്കുന്ന സമയമാണ്. സമയത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആരും മനസ്സ് വിഷമിക്കരുത്. അതായത് ദൈവത്തിൻ്റെ കൂടെ ശരീരത്തിൽ സൗഖ്യമായാലും അത് എപ്പോഴായാലും ലാസറിനെ ഉയർപ്പിച്ചിട്ട് പോലും ലാസർ മരിച്ചുപോയി. അതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ഇനിയിപ്പം നാളെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലോ ജർമ്മനി ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും നീ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ മക്കൾ അവിടെ ജനിക്കും, അവിടെ വളരും ഒക്കെ എല്ലാം സമ്മതിച്ചു.
കുറച്ച് കഴിയുമ്പോൾ നീ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർ കർത്താവിനെ അറിയാത്തവരായി ജീവിക്കണെ കാണുമ്പോൾ നീ പറയും, അയ്യോ വല്ല മലബാറിലും കേരളത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു, വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അവസാനം ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമില്ല, അവർക്ക് 4-5 പ്രണയബന്ധങ്ങളാണ്. അവർ ഇപ്പോൾ ടീനേജ് ആയപ്പോൾ തന്നെ എല്ലാ പാപവും മനുഷ്യൻ ചെയ്യാനുള്ള എല്ലാം ചെയ്ത് കൂട്ടി, ഇതിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതെന്ന് ചോദിക്കും. ബെന്നിയുടെ സാക്ഷ്യം കേട്ടില്ലായിരുന്ന ഇന്ന് ബെന്നിയുടെ മകള് സിസ്റ്റർ ആസ്പിരിൻ എന്നാ പറഞ്ഞത്, അപ്പായുടെ ഒരു വാക്കാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന്. എന്താണ് അപ്പായുടെ ഒരു വാക്കാണ് എനിക്കിഷ്ടപ്പെട്ടത്? എന്താണ്? അപ്പാ പറഞ്ഞു, ദൈവം തന്നത് ദൈവത്തിനെന്ന്. അതാദ്യമേ തോന്നുമ്പോഴേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ബഹുമാനവും ആദരവും തോന്നി. കാര്യം സിസ്റ്റേഴ്സിനെയൊക്കെ എങ്ങനെയെങ്കിലും സഭയിൽ നിന്ന് കളയാൻ വേണ്ടി പൈശാചിക ശക്തികൾ സിസ്റ്റേഴ്സിനെ തന്നെ മനുഷ്യബോംബായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാലമാണ്. അക്കാലങ്ങളിലെ സഭ ഉണർന്നിട്ടുണ്ട്, ജാഗ്രതയുണ്ട്. ഇത് ക്രൂശിക്കപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേറ്റവൻ്റെ സഭയാണെന്ന് പ്രഘോഷിക്കുവാനും സുദുല ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, സുദുല ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞാണേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാണേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ 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 യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനിലൂടെ എന്നാ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അറിയാവോ? അതായത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന, ഇപ്പം ക്രിസ്തു എല്ലാമാണെന്നല്ലേ പറഞ്ഞത്, ക്രിസ്തു ശക്തിയാണെന്നല്ലേ പറഞ്ഞത്, ക്രിസ്തു എല്ലാവരുമാണെന്നല്ലേ പറഞ്ഞത്. എല്ലാവരും എല്ലാമാകാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രൂപം ശക്തിയാക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. ആ ശക്തി ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് ക്രിസ്മസ് ആകും. ആ ശക്തി ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ജീവിതത്തിന് ക്രിസ്മസ് ആകും. ഇപ്പം എങ്ങനെ ക്രിസ്മസ് ആയാലും നമുക്ക് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അധ്വാനിച്ചതിൻ്റെ പകുതിയും വേസ്റ്റാകണം നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ കുഴപ്പമതാ, തൻ്റെ വെള്ളമില്ലേ, ഈ വെള്ളത്തിൻ്റെ കുഴപ്പമതാ. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഈ വെള്ളത്തിൻ്റെ കുഴപ്പമതാ. അതുകൊണ്ട് വെള്ളം ഒന്ന് മാറ്റി കുടിക്കണതാണ് എപ്പോഴും നല്ലത് നമുക്ക്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കത്തില്ല. ഈ 4:13 യോഹന്നാൻ, അതും 7:37 കൂട്ടിച്ചേർത്ത് വായിക്കണം, അല്ലെങ്കിൽ 6:63 എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്താ പ്രശ്നം വെച്ചല്ലേ, നമ്മൾ ബോഡിയിലേക്ക് വരുമ്പോൾ ശക്തി ഹീലിംഗായി മാറുന്നു. ജീവിത മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ശക്തി, ജോലി, വീട്, വിവാഹം പോലെ ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള ഭൗതിക ആനുകൂല്യങ്ങളായിട്ട് മാറുന്നു. എന്നാൽ ആനുകൂല്യം കിട്ടിയാലും നമ്മളിവിടുന്ന് പിരിയണ സമയത്ത് നമ്മൾ നേടിയ ആനുകൂല്യങ്ങളെല്ലാം 60% വേസ്റ്റാകണം നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത, നേച്ചറാണ്. കാര്യം എന്താണ്, ഈ വെള്ളം അങ്ങനെയാണ്. പിന്നെയും നമ്മളെ ദാഹിപ്പിക്കും. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ടല്ലോ 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 എന്ന്. നീ എന്നാ നേടിയാലും, അതാണ് ഈശോ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും ദൈവവേദനയിലെ നീ ലോകമെന്ന് വിചാരിക്കണ എന്തും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ആശയുടെ അവസാനങ്ങൾ അത് നേടിയെടുത്താലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? 16:26. അപ്പോൾ ആത്മാവിലേക്ക് കൃപ വരുമ്പോഴാണ് അത് പുണ്യപ്പെടുന്നത്. നിത്യതയിൽ ദൈവത്തെ കണ്ട് ആനന്ദിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവാകുന്ന ശക്തി ആത്മാവിലേക്ക് അപ്ലോഡ് ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയണത്. എന്നാ പറയണത്? ക്രിസ്തുവിൻ്റെ ശക്തി
നിൻ്റെ ഹൃദയത്തെ കൃപയുടെ ശക്തി നിൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പറയണത്. ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ. ഈ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ബലഹീനമായ സാഹചര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് രോഗം സൗഖ്യപ്പെടുന്നവരുടെ സമയമാണ് നമ്മുടെ സമയം. സൗഖ്യപ്പെട്ട് കഴിഞ്ഞുള്ള സമയം ദൈവത്തിൻ്റെതാണ്. ജോലി കിട്ടണവരെയുള്ള സമയമാണ് നമ്മുടെ സമയം. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവിക പുണ്യങ്ങളുടെ സമയം. പറഞ്ഞാൽ മനസ്സിലായ ദൈവത്തിലെ? അപ്പോൾ ചില കാര്യങ്ങൾ ഉടമ്പടിയിൽ പെട്ടേന്ന് നടക്കും. ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ടൈം ഓഫ് അവേഴ്സ് ടു അക്വയർ ദി ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന ദൈവിക പുണ്യങ്ങളാൽ. ഇനി ചില കേസ് ഉള്ളതുപോലെ നമുക്ക് പറയാം. ചില കേസ് നടക്കത്തില്ല. നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മനുഷ്യരിൽ ഒരാളാണ് ഞാൻ, ഒരാൾ ദൈവമായിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? ചില കാര്യങ്ങൾ നമ്മൾ ഇനി ഉള്ളത് രഹസ്യം, ദൈവികമായ രഹസ്യം. ദൈവത്തിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എന്താണ്? ഒരു രഹസ്യമുണ്ടാവും, അല്ലേ? ഒരു രഹസ്യമുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കത്തില്ല. എന്താ കാര്യം? ഇവർക്ക് നടന്നിട്ടില്ല, അയാളിനും നടന്നിട്ടില്ല. ഇവർ രണ്ടുപേരുമാണ് ദേവസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ ഈ വയറും വീർപ്പിച്ച് നടന്നിട്ട് ഓരോ സന്ധ്യയ്ക്കും ഈ വീട്ടിൽ കയറി കിടത്തുക, ഈ വീട്ടിൽ കിടത്തുക, എനിക്കൊന്ന് പ്രസവിക്കാനാണെന്ന് പറഞ്ഞു വിട്ടിട്ട് ഒരു വാതിലും അടച്ചില്ല, ഒരു വാതിലും തുറന്നില്ല. എൻ്റെ അർത്ഥം എന്താ? ക്രിസ്മസ് ഉണ്ടാകുന്ന മുമ്പ് ചില വാതിലുകൾ അടഞ്ഞിരിക്കുമെന്ന്. കൈയിടിച്ച് കിടത്താണ് ചൊല്ലുക, യേശുസ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നടക്കരുത്. ഈശോയ്ക്കും നടന്നിട്ടില്ല. ആണിയെ തൂങ്ങി ഒരു ശരീരമായി കിടന്ന് പിടയുമ്പോൾ അവസാനം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? തൂക്കിക്കൊല്ലാൻ വേണ്ടി പോണവനോടും ആരാച്ചാരം ചോദിക്കും, അവസാനം വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോലും അവനോട് ചോദിച്ചില്ല. അവരിങ്ങോട്ട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അപ്പനെ ഒന്ന് കാണണമെന്ന്. അപ്പം മേഘം വന്ന് മൂടി. അതൊഴിച്ച് ബാക്കിയൊന്നും ചോദിക്കാവുന്ന രീതിയിൽ പിന്നെ ഇരുളായിപ്പോയി ഭൂമി. അയക്കണമല്ലേ ബൈബിളിൽ? ഭൂമി ഇരുണ്ടെന്ന് അപ്പനെ കാണിക്കത്തില്ലെന്ന് ഭൂമിയും പറഞ്ഞു, ആകാശം അവനോട് പറഞ്ഞു. അവൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു അപ്പനെ ഒന്ന് കാണണമെന്ന്. ഞാൻ അപ്പന് വേണ്ടിയാണ് ഇതെല്ലാം ആയത്. ഈ ആണിയെ തൂങ്ങി ഒരു കുറവ് ഇറച്ചിയായി തൂങ്ങിയതെല്ലാം അപ്പന് വേണ്ടിയാണ്. എനിക്ക് അവസാനം ഒരു ആഗ്രഹമേ ഉള്ളൂ, അപ്പനെ ഒന്ന് കാണണമെന്ന്. അപ്പം ഭൂമി ഇരുണ്ട്, അപ്പനെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്. ആകാശം ഇരുണ്ട്, അപ്പനെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ അവൻ തോറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞ്, മരിക്കണമുമ്പ് ഒന്നേ പറയാനുള്ളൂ, അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചതെന്ന് പറയണമെന്ന്. ഭൂമിയോട് അവൻ പറഞ്ഞ് അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചതെന്ന് പറഞ്ഞ്. ആകാശത്തോട് അവൻ പറഞ്ഞ് അപ്പന് വേണ്ടിയാണ് സമർപ്പിച്ചത്. ഫാദർ, ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണമെന്ന്. അവനാണ് ഈശോ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം കേൾക്കാത്ത പ്രാർത്ഥന എൻ്റെയും നിൻ്റെയും ഈശോയ്ക്കുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അവൻ എന്നാ കൊടുത്ത ഉത്തരം? സമർപ്പണമാണ്.
ദൈവം നീയും ഞാനും വിശ്വാസിയാണെന്ന് ദൈവം അറിയണത് എങ്ങനെയാ? മനുഷ്യന്മാർ പറയും നീ വിശ്വാസിയാണെന്ന്, മനുഷ്യന്മാർ പറയും, നിങ്ങളും പറയും ജോസഫച്ചൻ നല്ല വിശ്വാസിയാണെന്ന്, ഇല്ലേ? പക്ഷെ ദൈവം പറഞ്ഞ എപ്പോഴാണ്? എന്തുമാത്രം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചാണ് നീ വിശ്വാസിയാണോ അല്ലയോ എന്ന് ദൈവം പറയണത്. വിശ്വാസിയാണ് ദൈവ പൈതല്. അപ്പോൾ നമുക്ക് ലഭിക്കാത്തതും കേൾക്കാത്ത പ്രാർത്ഥനയും ലഭിക്കാത്ത പ്രാർത്ഥന ഉത്തരവും അത് നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സമർപ്പണം. കർത്താവിൻ്റെ സമർപ്പണത്തിലൂടെ കർത്താവ് സ്വപ്നം കണ്ടത് എന്താണ്? അപ്പനെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കും, അപ്പൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുമെന്ന്. ഇതിനേക്കാൾ വലുത്, ഞാൻ അപ്പനോട് ആവശ്യപ്പെട്ടതിനേക്കാൾ വലുത് അപ്പൻ എനിക്ക് തരും എന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഈശോ സമർപ്പിക്കും. സമർപ്പണം അനന്തമായ ഒരു ദൈവ പൈതലിൻ്റെ അനന്ത സാധ്യതയുടെ പേരാണ് സമർപ്പണം. ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവിശ്വാസികൾ നിരാശപ്പെടുന്ന പോലെ ദൈവ പൈതലെ നീ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടുത്തില്ല. കാര്യമെന്താണ്? നമ്മളെ ജയിപ്പിച്ചവൻ, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്നല്ലേ പറഞ്ഞത്? ഞാൻ എൻ്റെ വിജയകരമായ വലത് കരത്തെ താങ്ങി നിർത്തും. ആ താങ്ങി നിർത്തുന്നവന് എങ്ങനെയാണ് താങ്ങി നിർത്തുന്നത്? ബൈ ഫെയ്ത്ത്, ബൈ ഹോപ്പ്. നമ്മൾ താങ്ങി നിർത്തുന്നത് എങ്ങനെയാണ്? വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട്, സർവോപരി സമർപ്പണം കൊണ്ട്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അവസാനം ദൈവത്തെ സമർപ്പണം ദൈവത്തെ എപ്പോഴും നമ്മുടെ കടക്കാരനാക്കി മാറ്റും. എല്ലാ കണക്കും അവസാനിക്കുമ്പോൾ ദൈവം നമ്മുടെ കടക്കാരനായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നത്. അമ്മയുടെ എല്ലാ കണക്കും അവസാനിപ്പിച്ചപ്പോഴേ ദൈവം ഇങ്ങോട്ട് കൊടുക്കാനുണ്ടായുള്ളൂ. ഈശോൻ്റെ എല്ലാ കണക്കും അവസാനിപ്പിച്ചപ്പോഴേ ദൈവം അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഇത് വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ഏതെങ്കിലും നിരാശ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നിന്നെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ നിനക്കെന്തോ ദൈവം നിന്നോട് അപരാധം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയെങ്കിലേ ദൈവത്തിലെ ഇപ്പോഴും നീ അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. അതെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം അമ്മയോടുന്ന പോലെ ഈശോടുന്ന പോലെ എന്നോടും നിന്നോടും കടക്കാനായി നിൽക്കും. ദൈവമെല്ലാം കടന്നത് അതെല്ലാം തന്നു വിട്ടിരിക്കും. എന്താണ്? നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടും കൂടി സമസ്തവും നമുക്ക് നൽകത്തില്ലേ? സമസ്തവും നൽകപ്പെടുന്നതാണ് സമ്പൂർണ്ണമായ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. Merry, merry, merry Christmas. Oh, 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 happy, happy, happy Christmas. Ah, 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 merry, merry, merry Christmas. Oh, 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 happy, happy, happy Christmas. Ah, 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 Yeshudan, Yeshudan, Anurna. Yeshudan, Yeshudan, Anurna. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ എല്ലാവരും എഴുന്നേൽക്കുക.
ഈ സമയം ലൈവായി ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ജാഗ്രതയാവുക. അൾത്താരയിൽ നിന്ന് വലിയ ദൈവിക ശക്തി സഞ്ചരിച്ച് നിങ്ങളിലേക്കും എത്തിച്ചേരുന്ന സമയമാണിത്. ഇപ്പോൾ നമ്മൾ കൈവെപ്പ് പ്രാർത്ഥനയാണ് നടത്തുന്നത്. കൃപാസനത്തിൽ കഴിഞ്ഞ ഈ വർഷം അമ്മ തന്ന ഏറ്റവും വലിയ നിധിയാണ് കൈവെപ്പ് പ്രാർത്ഥന. രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കണ പ്രാർത്ഥന. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ശുശ്രൂഷ ദശാന്തരങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം കൂടിയിരിക്കുന്നവരും ജാഗ്രതയായിരിക്കുക. ഉദരരോഗികൾ ഉദരത്തെ കൈവെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഉദരരോഗമില്ലെങ്കിലും ആരെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഒരു രോഗം സുഖപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈശോനാമത്തിൽ നിങ്ങൾക്ക് ഉദരത്തെ കൈവെക്കാവുന്നതാണ്. ലൈവായി ശുശ്രൂഷ പങ്കെടുക്കുന്നവരെല്ലാം അതുപോലെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശത്തിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തിൽ യേശുനാമത്തിൽ കൈവെക്കേണ്ടതാണ്. കൈവെക്കുമ്പോൾ ഓർക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മ ഈ കൈകളെക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, അമ്മ ഈ കൈകളെ ഈശോൻ്റെ കൈകളെ മാറ്റാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് അമ്മയോട് പറയേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾക്ക് കൈവെക്കാവുന്നതാണ്. നെഞ്ചിൻ്റെ പൂട്ടിനെ കൈവെക്കാവുന്നതാണ്. ഹൃദയരോഗികൾക്ക് നെഞ്ചിൻ്റെ പൂട്ടിനെ കൈവെക്കാവുന്നതാണ്. വലിയ ശ്വാസമുള്ള ആസ്മ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ രണ്ടിടത്താണ് കൈകൾ വെച്ചിരിക്കുന്നത്. ഒന്ന് ഉദരത്തിൽ കൈവെക്കാൻ കാരണം എല്ലാ രക്തസ്രാവ രോഗങ്ങൾ, മെൻസ്ട്രുവേഷൻ്റെ താമസങ്ങൾ, വൈസ് ഡിസ്ചാർജ് രോഗങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ അസുഖമുള്ളവർ ഉദരത്തിൽ കൈവെക്കുക. സിസ്റ്റ് രോഗങ്ങൾ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവർ, മൂത്രാശയത്തിൽ സിസ്റ്റ് ഉള്ളവർ, മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കൾസർ രോഗികൾ, അർസസ് രോഗികൾ, പിസ്തുല രോഗികൾ, PCD രോഗികൾ, പിഷ രോഗികൾ എല്ലാവരും ഉദരത്തിൽ കൈവെക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ ഉദരത്തിൽ കൈവെക്കട്ടെ. അതേസമയം തന്നെ കിഡ്നി രോഗികൾ ഉദരത്തിൽ തന്നെ കൈവെക്കട്ടെ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദേവമാതാവേ, ദിവ്യകൃപാനയിലെ മധ്യസ്ഥം വഹിക്കണമേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. മാരക രോഗങ്ങൾ, തിരവേദകൾ യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്കാൻ ചെയ്യുമ്പോൾ അരിത്താവൽ പോലെ കാണുന്ന കുറേ അരി ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കണ പോലെ കാണുന്ന കുറേ അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളെ ഇപ്പോഴീശോ ഈ ആരാധനയെ പൂർണ്ണമായി കർത്താവ് സുഖപ്പെടുത്തുന്ന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തോ കാര്യം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിന് ക്യാപ്പിംഗ് വേണമെന്ന് പറഞ്ഞു. CAP അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രോഗത്തെ അത്തരം രോഗത്തെ ഇപ്പോഴീശോ സുഖപ്പെടുത്തണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശിരസ് വേദനയുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തിമിരമുള്ളവർ, ചെവിക്ക് പഴുപ്പ് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ കഴുത്തിലും നെറ്റിയിലും കൈവച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവ് ഈശോ ഒന്നും സാധ്യമില്ലാത്തവന് ഈശോ എല്ലാം സാധ്യമാവനെ. ഈശോ കഴുത്തിലെ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ശിരസിലുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ, ശിരസിലെ ഞരമ്പുകളുടെ മരവിപ്പുകൾ, ബ്ലോക്കുകൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മേ ഈ കൈകളെ യേശുവിൻ്റെ കൈകളാക്കി മാറ്റണമേ. ഫിക്സ് രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ, ഭ്രാന്തുകൾ, സൈക്കോസിസ് രോഗങ്ങൾ, ന്യൂറോസിസ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ.
ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, വാതരോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, നിങ്ങളെ കൈ സ്വസ്തികയായിട്ട് വെച്ച് ഫുൾ ബോഡി കർത്താവിന് സമർപ്പിക്കുക. പറയുക, കർത്താവേ, ഞാൻ കൈ പിണച്ച് എൻ്റെ മുഴുവൻ ശരീരത്തെയും ആന്തരിക അവയവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ കൈകളെ അങ്ങയുടെ കൈകളായി രൂപാന്തരപ്പെടുത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓൺലൈനിൽ ലൈവായി പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തു നാമത്തിലെ സമ്പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശരീരത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ശക്തിയായി വന്ന് സൗഖ്യപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ് കഴിഞ്ഞത്. ഇപ്പോൾ ജീവിത മണ്ഡലങ്ങളിലെ കർത്താവിൻ്റെ ശക്തി വന്ന് ബ്ലെസ്സിങ്സായി ഫിസിക്കൽ ഫേവേഴ്സ് അനുഗ്രഹങ്ങളാക്കി മാറ്റണ സമയമാണ്. അവിടെ വീട്, ജോലി, വിവാഹം, മക്കളില്ലാത്തവർ, ജോലി താമസിക്കുന്നവർ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർ, പഠനത്തിൽ അരിയർ വന്നു പോയവർ, 2, 3, 10 പേപ്പർ വരെയൊക്കെ കിട്ടാനുള്ളവരില്ലേ, 18, 20 പേപ്പറും കിട്ടാനുള്ള ബിടെക്കുകാരുണ്ട്. അങ്ങനെ കിട്ടാനുള്ള പേപ്പറുകൾ ഘട്ടം ഘട്ടമായി എഴുതിയെടുക്കാനുള്ള ഇച്ഛാശക്തി അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പഠിക്കാത്ത കുഞ്ഞുങ്ങളെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ കുഞ്ഞുങ്ങളെ അമ്മമാതാ ഇപ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ മക്കളില്ലാത്തവർ വീണ്ടും അച്ഛൻ്റെ വായിൽ വരികയാണ്. കാര്യം കഴിഞ്ഞ ദിവസം 3 കുഞ്ഞുങ്ങൾ വരെ 20 കൊല്ലത്തിന് ശേഷം ജനിച്ചിട്ടുണ്ട് ഒറ്റ പ്രസവത്തിൽ. അത്രയും മഹാകാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. അതൊന്നല്ല, ഒരു 4-5 സാക്ഷ്യങ്ങൾ ഒരേ മാസം അത്തരം കേട്ട് 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജനിക്കണത്, 3 കുഞ്ഞുങ്ങൾ ജനിക്കണത്. അപ്പോൾ അത് വലിയ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ജീവനോടെ കർത്താവ് എഴുന്നള്ളി നിൽക്കുമ്പോൾ നമ്മൾ ആരാധന നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ യാത്ര, നിൻ്റെ സാമ്പത്തിക തകർച്ചകൾ, നിൻ്റെ വരുമാന മാർഗ്ഗം ഇല്ലാത്ത അവസ്ഥ, നിൻ്റെ ജപ്തി നടപടികൾ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനികൾ, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, തെറ്റായ ബന്ധങ്ങളെ, കള്ളക്കേസുകൾ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, ഭാഗ ഉടമ്പടി നടക്കാത്ത അവസ്ഥകൾ, വഴിയില്ലാത്ത അവസ്ഥകൾ, പലതരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളിൽ പരാധീനതകൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യത്വത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രഹസ്യ സങ്കടങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ പറഞ്ഞതാണ്. രഹസ്യ സങ്കടങ്ങളുള്ളവരുണ്ട്. നമുക്കൊരിക്കലും ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, വീട്ടിൽ പോലും പറയാൻ പറ്റത്തില്ല, ദൈവത്തോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ കുരുക്കുകളാകാം, ചിലപ്പോൾ ഒരു വഴിപ്പിശകാകാം, ചിലപ്പോൾ അകപ്പെട്ടതാകാം. വാട്ടമനുഭവത്തിൽ രഹസ്യ സങ്കടങ്ങൾ നീ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഇപ്പോഴതിൻ്റെ സമയമാണ്. നിൻ്റെ രഹസ്യ ഭാരങ്ങൾ, അതിന് തെറ്റും ശരിയും എന്നതിനേക്കാൾ ഉപരി നിൻ്റെ ആത്മാവിനോ ശരീരത്തിനോ ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ കർത്താവ് അത് ക്രമീകരിക്കും. നിൻ്റെ അമ്മ അത്
കർത്താവിനെ കൊണ്ട് ക്രമീകരിപ്പിക്കുക എന്നുള്ള ബോധ്യത്തിലാണ് നീ രഹസ്യ വിഷമതകളെ ഇപ്പോഴും സമർപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്ന ദേശാന്തരങ്ങളുള്ളവരും രഹസ്യ സങ്കടങ്ങളെ വിടുതനായി പരിശുദ്ധാത്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദേശാന്തരങ്ങളിൽ ലൈവായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നവർ ഇപ്പോൾ ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡേറ്റുകൾ, ഭാഗോടമ്പടി ഡേറ്റുകൾ, കല്യാണത്തിൻ്റെ ഡേറ്റുകൾ, മനസ്സമ്മതത്തിൻ്റെ ഡേറ്റുകൾ, സ്ഥലം വിൽപ്പനയുടെ ഡേറ്റുകൾ, പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, കോടതി കേസ് ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, തിരിച്ചു വരുന്ന ഡേറ്റുകൾ, നാട്ടിലേക്ക് വരുന്ന ഡേറ്റുകൾ, നാട്ടിൽ നിന്ന് പോകുന്ന ഡേറ്റുകൾ, പുരയ്ക്ക് ഫൗണ്ടർ സ്റ്റോൺ അടിസ്ഥാന ശില പാകുന്ന ഡേറ്റുകൾ, ഹൗസ് ബ്ലെസ്സിങ്ങിൻ്റെ ഡേറ്റുകൾ, ഇങ്ങനെ നിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ ഡേറ്റുകളും ഇപ്പോൾ സമർപ്പിക്കാം. നിൻ്റെ ഓവുലേഷൻ ഡേറ്റുകൾ സമർപ്പിക്കാം. നിനക്കൊരു കുഞ്ഞ് ലഭിക്കാൻ വേണ്ടി ആ ഡേറ്റുകളെല്ലാം പരിശുദ്ധാത്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഓവുലേഷൻ ഇല്ല എന്ന് വിചാരിച്ചോ, നിനക്ക് പീരീഡ്സ് പോലും കറക്റ്റല്ലെന്ന് വിചാരിച്ചോ, നീ ഒരു ഡേറ്റ് ഇടുക. സമയത്തിൻ്റെ മേൽ മധ്യശക്തിയുള്ള അമ്മ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം കുറിക്കും എന്നാൽ ബോധ്യത്തോടെ നീ ഡേറ്റ് ഇടുക. നിനക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കാം. ഈ ശുശ്രൂഷ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. പണ്ടൊരു ആരാധന ഡേറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇപ്പോഴും നിനക്ക് ഡേറ്റ് സമർപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മ വഴി ഈശോയ്ക്ക് ഈ തീയതി സമർപ്പിക്കുന്ന ആ സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ അധികാരമുള്ള അമ്മേ, ആ സമയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire of Inca, soak with the precious blood. Lord, increase His Spirit. Lord, increase His Spirit of power and grace. നിറച്ച വസ്തുക്കൾ എടുക്കുക. ബ്ലെസ്സിങ്സിൻ്റെ സമയമാണ്. നിറച്ച വസ്തുക്കൾ എടുക്കുക. അറിയിപ്പിൻ്റെ സമയമാണ്. ഉടമ്പടി 1ഉം 2ഉം പുതുക്കുന്നതിന് ഈസിയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് കാണിച്ചാൽ മതിയാവും. ഉടമ്പടി 3ാമത്തെ പ്രാവശ്യം പുതുക്കണമെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുക്കേണ്ടതാണ്. എഴുതി കൊടുത്ത സാക്ഷ്യം ഓഫീസ് വെരിഫൈ ചെയ്തതിന് ശേഷം അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് നിങ്ങളുടെ പൗസിൽ തന്നെ വെക്കേണ്ടതാണ്. 4ാം സാക്ഷ്യം നാലാമത് പുതുക്കാൻ വേണ്ടി വരുമ്പോൾ 3ാമത്തെ സാക്ഷ്യം ചോദിക്കും അവർ. കാര്യം ദൈവാനുഭവം ഇല്ലാത്തവരെ ഉടമ്പടിയിൽ അടുത്ത സെഷനിലേക്ക് 3 കഴിഞ്ഞാൽ പിന്നെ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് ഉടമ്പടി പക്ക പ്രയറാണ്. 10,000 സാക്ഷ്യം പറയുന്ന പ്രാർത്ഥന നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ ദാനധർമ്മം, നിങ്ങളുടെ ഉപപ്രവർത്തനങ്ങൾ അതെല്ലാം തെറ്റിക്കാതെ കൃത്യവും പിടിപ്പും മെനയോടും വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ നിങ്ങൾ 660 കാര്യങ്ങളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഈ വിഷയം. 4 മുതലാണ് അച്ഛൻ മെസ്സേജ് ചോദിക്കാവുന്നത്. നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് ചോദിക്കാം. കർത്താവ് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും. ചർച്ച മെസ്സേജ്, ബിബ്ലിക്കൽ മെസ്സേജ്, വിഷൻ മെസ്സേജ് എന്നാ കർത്താവ് തരണത് അത് തരും. പക്ഷെ 4 പുതുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൾത്താരുടെ താഴെയുള്ള സ്റ്റെപ്സിൽ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് 4ാമത്തെ പുതുക്കത്തുള്ളൂ. പറയുക എന്ന് അറിയാമല്ലോ. 10 മനുഷ്യരെ കേട്ടാൽ സത്യമാണെന്ന് തോന്നണം. അത് ഉടമ്പടിയുടെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. പിന്നെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയതൊന്നും ഭാര്യ വന്ന് പറഞ്ഞ് അംഗീകരിക്കത്തില്ല. ഭർത്താവ് തന്നെ വന്ന് പറയണം. നമുക്കറിയത്തില്ലല്ലോ മാറിയില്ല എന്നുള്ളത്. ഈ ചെടുത്ത് ഇത് പുതുക്കി കിട്ടാൻ വേണ്ടി വരെ നുണയം പറയണത് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം അങ്ങനെയുള്ള എല്ലാം കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതിവിടെ നിങ്ങൾ പറയണം. അപ്പോൾ ആ ഉടമ്പടി പുതുക്കി 5ാം സെഷനിലേക്ക് വിട്ടു. 5ാം സെഷനിൽ പുതുക്കുന്നത് ബ്ലൂ ആണ്. അതായത് നീല ഉടമ്പടി, അമ്മ മാതാവിൻ്റെ കളറുള്ള ആകാശ നീല ഉടമ്പടിയുണ്ട്. പണ്ട് കുറേ ആൾക്കാർക്ക് നീല ഉടമ്പടി കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം 3 പ്രാവശ്യം പുതുക്കിയതിൻ്റെ വിലയുള്ളൂ. കാര്യം സാക്ഷ്യം പറയാത്തവരാ. അവരെത്തിരി ആ ബ്ലൂ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥന കറക്റ്റാണ്. പക്ഷേ അവർ അതിൻ്റെ മെസ്സേജിലിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നിങ്ങൾ സാക്ഷ്യം പറഞ്ഞെടുക്കണം. സാക്ഷ്യം പറയാൻ പാടാണ്. കാര്യം 60 സാക്ഷ്യം നമുക്ക് കിട്ടിയാൽ അതിൽ 20 എണ്ണമേ പറയിപ്പിക്കത്തുള്ളൂ.
ബാക്കിയെല്ലാം താഴെ പറയിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ലൈവിൽ പോണ കാരണം പരമാവധി ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠമായിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റുന്നവരെല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാര്യം രോഗത്തിന് മുമ്പുള്ള അവസ്ഥ, സൗഖ്യപ്പെട്ടതിന് മുമ്പുള്ള അവസ്ഥ, സൗഖ്യപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറയാൻ പറ്റും. രോഗം സുഖപ്പെട്ടത് ദൈവിക ഇടപെടൽ കൊണ്ടാണെന്ന് ഒരു വൈദ്യശാസ്ത്രം എഴുതി തരികയില്ല. അങ്ങനെ എഴുതി തരികണേ പിന്നെ അത് അവർ പിന്നെ എന്നാ രീതിയിലായിരിക്കണം ചോദിക്കും. പക്ഷേ നിങ്ങൾക്ക് രോഗം സുഖപ്പെട്ടതായിട്ട് അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് രോഗത്തിന് മുമ്പുള്ള, സൗഖ്യപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയും ശേഷമുള്ള അവസ്ഥയും കേസ് ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും. നമുക്ക് റിപ്പോർട്ട് കിട്ടിയാലും മതി. സർട്ടിഫിക്കറ്റിനേക്കാളും റിപ്പോർട്ടിങ്, മെഡിക്കൽ റിപ്പോർട്ടിങ് നടന്നാൽ മതി. കാര്യം അമ്മമാത പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി വന്നിരിക്കുന്നത്. അതാണ് സമയച്ചുരുക്കം വന്നിരിക്കുന്നത്. സമയഘടികാരം നിശ്ചയിച്ച് നടത്തിയാണ് അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയത്തിൻ്റെ പൊരുൾ പഠിക്കാൻ ആണ് ഈ അത്ഭുതങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിന് വളരെ 100-ന് 110% സത്യമായ സാക്ഷ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാം, പുതുക്കാം. പിന്നെ ഇവിടെ കുറച്ച് പേര് സങ്കടപ്പെട്ടു, അച്ഛാ പ്രാർത്ഥനാ ദിവസം തന്നെ ഉടമ്പടി പുതുക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ കർഷകരാണ്, ഞങ്ങൾ കടം മേടിച്ചൊക്കെയാണ് ഇവിടം വരെ ആലപ്പുഴ വരെ എത്തണത്. അതുകൊണ്ട് ആ ദിവസം തന്നെ പുതുക്കി കിട്ടിയില്ലെങ്കിൽ പിന്നെ വീണ്ടും ഞങ്ങൾ വരേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവാണ്. കാര്യം ഇത് തന്നെ ഇപ്പോൾ 120 സ്റ്റാഫ് വെച്ചിട്ടാണ് ഇത് റൺ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫാകാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് ഓഫീസിൽ അപേക്ഷിക്കാവുന്നതാണ്. മരിയൻ കൃപാഭിഷേക ധ്യാനം കഴിഞ്ഞ് പങ്കെടുത്ത് അതിൻ്റെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവസരം തരുന്നതായിരിക്കും. അതെല്ലാം ഓഫീസുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണ്. അപ്പം കൂടുതൽ സ്റ്റാഫിന് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ക്രിസ്മസാണ്, ഇന്നിപ്പോൾ സ്റ്റോപ്പ് ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ആരെയും കാണുന്നതല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇനി ടൈമില്ലല്ലോ, എനിക്കും എൻ്റെ പള്ളിയിൽ പോകണം. അവിടെ ചെന്നിട്ട് ഞാൻ ചെന്നിട്ട് വേണം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആശീർവാദം കിട്ടിയിട്ട് സന്തോഷത്തോടെ ഇവിടെ പിരികയാണ്. പത്രം മേടിക്കാനുള്ളവരൊക്കെ പത്രം വാങ്ങിക്കണം, പുസ്തകം വാങ്ങിക്കാനുള്ളവർ പുസ്തകം വാങ്ങിക്കണം. പുസ്തകം വാങ്ങിച്ചാൽ അതിൻ്റെ കൂപ്പൺ കിട്ടും. പത്രത്തിന് പകരം ഉടമ്പടി പുസ്തകമുണ്ട്, അത് വാങ്ങിച്ചാലും അതിൻ്റെ കൂപ്പൺ കിട്ടും. അതിൻ്റെ ഓഫീസിൽ നിന്ന് ചോദിച്ചാൽ മതി. അത് പക്ഷേ 4 പുതുക്കിയവർക്ക് മാത്രമേ പുസ്തകം കൊടുക്കത്തുള്ളൂ. പുസ്തകം കൊടുക്കുകയാണല്ല, എല്ലാവർക്കും പുസ്തകം കൊടുക്കും. പക്ഷേ കൂപ്പൺ ബേസ്, പത്രത്തിന് പകരം പുസ്തകം മേടിക്കാൻ പറ്റണത് 4 പുതുക്കിയവർക്കാണ്. സമാപന ആശീർവാദമാണ്. സന്തോഷമായിരിക്കണം. കർത്താവ് നിങ്ങളുടെ കൂടെ. നോക്കിക്കോ, നിങ്ങൾ അടയാളം കൊണ്ട് തിരിച്ചു വരുമോ. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. സ്വർണ്ണമൊക്കെ സൂക്ഷിക്കണമേ, കള്ളന്മാരുണ്ട്. വിശ്വാസ പ്രമാണം ചെല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, for out His Spirit, the fire finger soaked with the precious blood, I cast disease and would cast from you. By God the Father Almighty, who made a covenant earth and the contain, let the disease, power, disease, regions, Satan's attacks and machinations be dispelled unto and far from you. Let me bless him, bring health and body and mind, peace and harmony, family, and the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, bless the Holy Spirits.